തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ വേണു അനുഭവിച്ച ദുരിതം ഭാര്യ സിന്ധു 24നോട് കണ്ണീരോടെ വിവരിച്ചു. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം. ഇവിടുത്തെ സിസ്റ്റർമാരായാലും ആരായാലും നായ്ക്കളെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പേഷ്യൻസിനെ നോക്കുന്നില്ല. സർക്കാർ അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം യൂസ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. പക്ഷേ അവരുടെ വിചാരം അവർ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിലാണ് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ തലവേദനയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയില്ല. വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും മരുന്ന് ലഭിച്ചില്ല. അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് കാർഡിയോളജി ഡോക്ടർമാർ വേണുവിനെ കണ്ടതെന്നും ഭാര്യ സിന്ധു. എന്നാൽ പിഴവില്ലെന്ന് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പിന്റെ വിശദീകരണം ഇങ്ങനെ: ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വേണുവിന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വേണുവിന്റെ വീട് സന്ദർശിച്ചു. സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.